ജാഫർക്ക, ഞാൻ കുറച്ച് ദിവസമായി നിങ്ങളൊന്ന് ഒറ്റക്ക് കാണണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്റെ ശമ്പളം ഒന്ന് കൂട്ടി തരാൻ വേണ്ടിയായിരുന്നു. മുതലാളിന്റെ വണ്ടിയിലിരിക്കണേ. അപ്പൊ നിങ്ങളെല്ലാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ഇജ്ജ് പോയിട്ട് മുതലാളിനോട് സംസാരിക്കുക. മുതലാളി പറയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടാ. ഞാൻ ഇവിടെ 13 കൊല്ലായി ജോലി ചെയ്യണ്. എന്റെ ശമ്പളം എന്തെങ്കിലും ഒന്ന് കൂട്ടി തരാൻ പറ്റുമോ? എത്ര എനിക്ക് ശമ്പളം? 1200. അതിപ്പോ എങ്ങനെ എനിക്ക് മാത്രമായിട്ടാണ് കൂട്ടിത്തരിക? ഏതായാലും ഞമ്മക്ക് ആലോചിക്കാം. ഇജിപ്പോ വെള്ളത്തിന്റെ കാർട്ടൂണൊക്കെ അതാ അവിടെ വെയിലത്തേക്ക് അതൊക്കെ നിർത്താണ്ട് ഉള്ളു കച്ച. ഇനി മറക്കണ്ട, നാളെയാണ് കടയിലെ സ്റ്റോക്ക് എടുക്കുക. ഈ കൊല്ലത്തെ കണക്ക് മൊത്തം നോക്കിയിട്ടേ ആ സക്കാത്തിന്റെ ലിസ്റ്റ് ശരിയാക്കിയിട്ട് റൂമിക്കാണ് കൊണ്ടുവരും. എന്തായി ജാഫറെ, ആ സക്കാത്തിന്റെ ലിസ്റ്റ് റെഡിയായാ? ഇല്ല, ലിസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കണേ. ഇതിലേ കഴിഞ്ഞ കൊല്ലത്തെ ലിസ്റ്റ് ഒന്ന് പുതുക്കേണ്ടി വരും. പഴയ ലിസ്റ്റിലെ മരണപ്പെട്ടു പോയവരൊക്കെ ഉണ്ടേ, അത് വെട്ടിയിട്ട് പുതിയ അവകാശികളെ ചേർക്കേണ്ടി വരും. അതൊക്കെ എന്റെ മട്ടം പോലെ ചെയ്താളാ. ആ പിന്നെ ആ പള്ളിപ്പണിക്ക് കൊടുക്കാന്ന് പറഞ്ഞ 5 ലക്ഷം ആ എത്തിയും കുട്ടികളെ കെട്ടിക്കാനുള്ള പൈസ ഇന്ന് തന്നെയാണ് അയച്ചു കൊടുത്താളട്ടോ. ഓക്കെ, ഞാൻ അത് റെഡി ആക്കിയിട്ട് ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുവരാം. ഇരിക്ക്. അല്ല, ഈ അടിയിൽ കാണുന്ന ഈ 10-12 എണ്ണം ഇവര് നമ്മളെ കടയിലെ സ്റ്റാഫല്ലേ? ഓലെ പേരിപ്പോ എന്തിനാ അതിലെഴുതിക്കണേ? ഓലല്ല നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്. കുറഞ്ഞ ശമ്പളത്തിൽ കുറെ വർഷങ്ങളായിട്ട് നമ്മളൊപ്പം പണിയെടുക്കണമല്ലോ, കുറെ ബാധ്യത ഉള്ളവരും കടം കൊണ്ട് ബുദ്ധിമുട്ടണവരൊക്കെയാണ് ഓല്. നമ്മൾ ആദ്യം നമ്മളെ മുന്നിലുള്ളവരല്ല കാണേണ്ടത്. മുന്നിൽ ആരും ഇല്ലെങ്കിലല്ല നമ്മൾ പിന്നിക്ക് നോക്കേണ്ടതുള്ളൂ. ഓലല്ല നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്. കുറഞ്ഞ ശമ്പളത്തിൽ കുറെ വർഷങ്ങളായിട്ട് നമ്മളൊപ്പം പണിയെടുക്കണമല്ലോ, കുറെ ബാധ്യത ഉള്ളവരും കടം കൊണ്ട് ബുദ്ധിമുട്ടണവരൊക്കെയാണ് ഓല്. നമ്മൾ ആദ്യം നമ്മളെ മുന്നിലുള്ളവരല്ല കാണേണ്ടത്. മുന്നിൽ ആരും ഇല്ലെങ്കിലല്ല നമ്മൾ പിന്നിക്ക് നോക്കേണ്ടതുള്ളൂ. ഇതെന്താ? കാര്യങ്ങളൊക്കെ രാവിലെ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞതല്ലേ, എന്റെ റിസൈൻ ലെറ്റർ ആണ്. അന്റെ കാര്യം ഞാൻ മുതലാളിനോട് സൂചിപ്പിച്ചിട്ടുണ്ടേ. ഇന്നലെ മുതലാളി വണ്ടിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്റെ ശമ്പളം കൂട്ടിത്തരുന്ന കാര്യം മൂപ്പരോട് സംസാരിച്ചതല്ലേ, എന്നിട്ട് മൂപ്പരൊന്നും മിണ്ടിയില്ല. ഏതായാലും നമുക്ക് അടുത്ത വിസ അടിക്കുമ്പോൾ ശരിയാക്കാം. 13 കൊല്ലായി ഞാൻ ഇവിടെ ജോലി ചെയ്യണം. ഞാൻ MBA കഴിഞ്ഞ ആളാ. എനിക്ക് വേറെ വല്ല ജോലിയും കിട്ടുമെന്ന് നോക്കട്ടെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുത്താ പോരെ. ഇത് തൽക്കാലം അവിടെ വെക്ക്. ഞാൻ അത് നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. മുതലാളി വിളിക്കുന്നുണ്ട്. ഹലോ. ആ ഇജെവിടെ? ഞാൻ ഇവിടെ നമ്മളെ കടയിലുണ്ട്. എന്നാ പെട്ടെന്നൊന്ന് ഇവിടെ വാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇതെന്താ പേപ്പർ? ഞാൻ രാവിലെ സംസാരിച്ചില്ല മുസ്തഫാന്റെ കാര്യം. ഓന്റെ റിസൈൻ ലെറ്റർ ആണ്. ഇരിക്ക്. നാപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ചന്തയ്ക്ക് വെറ്റിലക്കെട്ട് വിൽക്കാൻ പോയതാ ഞാൻ. ആ കിട്ടിയ കൈയായിട്ട് നേരെ ബോംബേക്ക് കയറി. കുറേ കാലം അവിടെ അലിഞ്ഞു തിരിഞ്ഞ് ഒരവസരം കിട്ടിയപ്പോൾ ഇങ്ങോട്ട് ഗൾഫിക്ക് കയറി. പല പണികളും ചെയ്യണ കൂട്ടത്തിൽ സ്വന്തമായിട്ടൊരു ചെറിയ കട തുടങ്ങി. അത് പിന്നെ 2ആയി, 3ആയി, 4ആയി, ഇപ്പം 10-30 കടകളായി. കാര്യങ്ങളൊക്കെ ഒറ്റക്ക് നോക്കി നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങളൊക്കെ മാനേജറാക്കി വെച്ചിട്ടുള്ളത്. കട വളരുന്നതിനനുസരിച്ച് സ്റ്റാഫുകളെ വളർച്ചയും കൂടി നോക്കേണ്ടിനി. ഓലയും കൂടി അധ്വാനം കൊണ്ടാണല്ലോ ഈ കാണുന്നതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കൊല്ലം കൂടുന്നതിനനുസരിച്ച് ശമ്പളം കൂട്ടണം. പിന്നെ മുസ്തഫ പഠിച്ചോനാണ്. ഓനെ നമ്മളെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ മാനേജറായിട്ട് വെക്കണം. ഈ സക്കാത്തിന്റെ ലിസ്റ്റ് കാണുന്ന ആൾക്കാരെ പേരുകളൊക്കെ ഞാനാണ്ട് വെട്ടി നമ്മളെ 12 സ്റ്റാഫുകൾ വെച്ച് നമ്മളെ ബാക്കിയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് സക്കാത്തിന് അർഹതപ്പെട്ടവരോ മറ്റേതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഓലെ പേര് ഇതിൽ ആദ്യം എഴുതി ചേർക്ക്. ഇജി ഇന്നലെ പറഞ്ഞ മാതിരി മുന്നിലാരുമില്ലെങ്കിലല്ലേ നമ്മൾ പിന്നിക്ക് നോക്കേണ്ടതുള്ളൂ.